നമസ്കാരം. ഒരു ചെറിയ വീഡിയോയാണ്. നമ്മുടെ അമേരിക്കൻ രാഷ്ട്രപതി ശ്രീ ഡൊണാൾഡ് ട്രംപിൻ്റെ കിളി പോയിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ലോകത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. അദ്ദേഹത്തിന് മാത്രമേ അത് വ്യക്തമാകാതെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സമീപകാലത്ത് സൗദിയുടെ ഭരണാധികാരിയല്ല, അദ്ദേഹം കിരീടാവകാശി. എന്നാൽ സൗദിയുടെ ഭരണയന്ത്രം ഏതാണ്ട് പൂർണ്ണമായി അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. സൗദി രാജകുമാരനായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാനെ, MBS എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ സൽമാനെ ഒരു പൊതുവേദിയിൽ വെച്ച് മുഹമ്മദ് ബിൻ സൽമാൻ അവിടെ സന്നിഹിതനായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ സൗദി പ്രതിനിധികളോട് വളരെ മോശമായ ഭാഷയിൽ, അതായത് അശ്ലീലമായിട്ടുള്ള ഭാഷയിൽ തന്നെ ട്രംപ് സംസാരിച്ചു മുഹമ്മദ് ബിൻ സൽമാനെ കുറിച്ച്. അതായത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം ഇത്രയേ ഉള്ളൂ. മുഹമ്മദ് ബിൻ സൽമാൻ വിചാരിച്ചത് ഞാൻ പരാജിതനായിട്ടുള്ള ഒരു രാഷ്ട്രപതിയാണ്, അമേരിക്ക പരാജിതമായിട്ടുള്ള ഒരു രാഷ്ട്രമാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നോട് അഹങ്കാരപൂർവ്വം പെരുമാറി. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ പിൻഭാഗത്ത് ചുംബിക്കേണ്ടി വരുമെന്നുള്ളത്. അതായത് ഹി ഡിഡ്ന്റ് തിങ്ക് ദാറ്റ് ഹി വുഡ് ഹാവ് ടു കിസ് മൈ, അതിന് പറയുന്ന എ വെച്ച് തുടങ്ങുന്ന ഒരു 3 അക്ഷരം ചേർന്നൊരു വാക്കുണ്ട്. അത് പറഞ്ഞ് വളരെ നീചമായ രീതിയിൽ തന്നെ അപമാനിച്ചു ശ്രീ ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഇതിൻ്റെ പ്രതികരണം ആയി MBS എന്തെങ്കിലും പറഞ്ഞു, മുഹമ്മദ് ബിൻ സൽമാൻ എന്തെങ്കിലും പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വാർത്ത അധികം പേര് അറിഞ്ഞിട്ടില്ല. പക്ഷെ അറിഞ്ഞ ചില സമാധാന പ്രേമികൾ, മുഹമ്മദ് ബിൻ സൽമാൻ അമേരിക്കയുടെ മൂട് താങ്ങിയതിനുള്ള പണി കിട്ടി, ഇനി മുഹമ്മദ് ബിൻ സൽമാൻ ഇറാൻ്റെ ഒപ്പം നിൽക്കാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ല, ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അത് പറയാനാണ് ഈ വീഡിയോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഹമ്മദ് ബിൻ സൽമാൻ എന്നുള്ള വ്യക്തി ഒരു നല്ല തന്ത്രശാലിയായ ഭരണാധികാരിയാണ്. ഒരു നല്ല ഭരണാധികാരിയാണെന്ന് മാത്രമല്ല, നല്ല ഭരണാധികാരിയാണോ അല്ലയോ എന്നുള്ളത് സൗദിക്കാരോട് ചോദിച്ചാൽ അവർ പറയും. കാരണം സൗദിയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന സൗകര്യങ്ങളും അവർക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യവും, ലഭിക്കുന്ന ഇങ്ങനെയൊക്കെ സ്വാതന്ത്ര്യം ലോകത്തുണ്ടോ എന്ന് സൗദിയിലെ ജനങ്ങൾ ചോദിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണമാണ് അദ്ദേഹം അവിടെ നടത്തുന്നത്. ഭൂരാഷ്ട്രതന്ത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അത്യധികം തന്ത്രശാലിയായിട്ടുള്ള ഒരു ഭരണാധികാരി തന്നെയാണ് MBS. അതുകൊണ്ട് തന്നെ ട്രംപിനെ പോലെ ഒരു വാപോയ കോടാലിയുമല്ല MBS. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിൽ പ്രതികരിക്കുവാനൊന്നും പോകുന്നില്ല. പ്രതികരിച്ചാൽ തന്നെ വളരെ ഔപചാരികമായിട്ടുള്ള രീതിയിൽ ഞങ്ങളിതിനെ എതിർപ്പറിയിക്കുന്നു എന്നുള്ളൊരു ഔദ്യോഗിക കുറിപ്പ് പുറത്തു വരും. ട്രംപ് വീണ്ടും എന്തെങ്കിലും ഭ്രാന്ത് അതിൻ്റെ മേൽ വിളിച്ചു പറയും. അത് നടക്കും. അതെല്ലാം നടക്കുന്ന സമയത്തും ഇപ്പോൾ MBSൻ്റെ മുമ്പിലുള്ള ഏക ലക്ഷ്യം, എല്ലാ കാലത്തും സുന്നി ഭൂരിപക്ഷമുള്ള സൗദിക്ക് ഗൾഫ് മേഖലയിൽ ഒരു ഭീഷണിയായി നിലനിന്നിരുന്ന രാജ്യമാണ് ഇറാൻ. നിലനിന്നിരുന്ന എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇറാൻ്റെ ശക്തി ഇപ്പോൾ ഏതാണ്ട് കുറേയൊക്കെ ക്ഷയിച്ചു കഴിഞ്ഞു. ഇപ്പോഴും അവർ ഈ പറയുന്ന പോലെ കണ്ണും പൂട്ടി ഭ്രാന്തന്മാർക്ക് പൊട്ടക്കണ്ണൻ്റെ മാവേലേർ എന്ന് പറയുന്നത് പോലെ അവിടെയും ഇവിടെയൊക്കെ മിസൈൽ വാരി എറിയുന്നുണ്ട്. ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ, ഒരു മാരകമായി മുറിവേറ്റ നിരവധി കരങ്ങളുള്ള ഒരു ഭീകരജീവിയുടെ മരണവെപ്രാളമാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ എല്ലാ കരങ്ങളും ഇങ്ങനെ ഇട്ട് പെടച്ചിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അടികൾ ആർക്കൊക്കെയോ അടി കൊള്ളുന്നു. അത് ആർക്കൊക്കെയാണ് കൊള്ളുന്നതെന്നൊരു ലക്ഷ്യബോധം വെച്ചിട്ടുള്ള അടിയല്ലത് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇറാൻ്റെ ശക്തി, ഇത്തരത്തിൽ തങ്ങൾക്ക് ഭീഷണിയായി നിന്നിരുന്ന ഇറാൻ്റെ ശക്തി ഒരു പരിധിവരെയെങ്കിലും ക്ഷയിപ്പിക്കുക എന്നുള്ളതാണ് മുഹമ്മദ് ബിൻ സൽമാൻ്റെ മുമ്പിലുള്ള പ്രധാന ലക്ഷ്യം ഇപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് ബിൻ സൽമാൻ തുറന്നു തന്നെ പറഞ്ഞത് ഇറാൻ ഗൾഫ് മേഖലയ്ക്ക് ഭീഷണിയാണെന്നുള്ളത്. ഇറാനെ പൂർണ്ണമായി പിടിച്ചെടുക്കുക, അങ്ങനെയുള്ള യാതൊരു ലക്ഷ്യവും സൗദിക്കുണ്ടാവില്ല. ഇറാൻ്റെ എണ്ണ സമ്പത്തിൻ്റെ നല്ലൊരു ശതമാനം അമേരിക്കയുടെ നിയന്ത്രണത്തിലെത്തിയാൽ അതും സൗദിക്ക് ഗുണകരമാണ്. കാരണം സൗദിയുടെ എണ്ണ സമ്പത്തിൻ്റെ മേലിലുള്ള അമേരിക്കയുടെ കണ്ണ് അങ്ങോട്ടേക്ക് മാറും. ഒപ്പം തന്നെ മുഹമ്മദ് ബിൻ സൽമാന് ഈ സൗദിയുടെ എണ്ണ സമ്പത്ത് ഉപയോഗിച്ച് എണ്ണ സമ്പത്തിൽ ഒരു അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലാത്ത ഒരു സമ്പദ് വ്യവസ്ഥ സൗദിയിൽ കെട്ടിപ്പടുത്താനുള്ള ഒരു ശ്രമം അദ്ദേഹം കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ശ്രമത്തിലേക്കുള്ള ചുവടുവെപ്പുകൾ കൂടുതൽ ഊർജ്ജസ്വലമായി ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രംപിൻ്റെ ഈ ഒരു അധിക്ഷേപത്തിനെതിരെ MBS പ്രതികരിക്കാൻ പോകുന്നില്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, MBSന് ഇനി ഇറാൻ്റെ ഒപ്പം നിൽക്കുക അല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ല എന്ന് തുള്ളിച്ചാടാൻ പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്ന സമാധാനപ്രിയരോട് മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. MBS നാളെ സൗദിക്ക് പ്രയോജനമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ
മക്ക മദീന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ട്രംപിൻ്റെ ട്രംപ് ടവർ തുറന്ന് അവിടെ നൈറ്റ് ക്ലബ്ബുകളും മറ്റ് സൗകര്യങ്ങളും എല്ലാം അനുവദിക്കും. അതിനും അദ്ദേഹം യാതൊരു മടിയും വിചാരിക്കില്ല. ഇപ്പോൾ തന്നെ അദ്ദേഹം ലോകത്തെ ഏറ്റവും വലിയ ടെക്നോസിറ്റി, ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക്, ഭാവിയിൽ നിന്നുള്ള ഒരു നഗരമെന്ന് തോന്നിക്കുന്ന തരത്തിൽ ഒരു വമ്പൻ നഗരം പണിയുന്നുണ്ട്. അവിടെ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ വിനോദോപാധി കാബയുടെ ആകൃതിയിലുള്ള ഒരു കെട്ടിടമാണ്. അവിടെയാണ് ഈ സകല വിനോദങ്ങളും, അതായത് നൈറ്റ് ക്ലബ്ബുകളും മദ്യശാലകളും എല്ലാം ഉള്ളത്. ഒരു ക്യൂബെന്നോ അങ്ങനെ എന്തോ ആണ് പേര് ഞാനിപ്പോൾ മറന്നുപോയി. അത് അറിയാവുന്നവർ കമൻറ്റിലിടുക. കാരണം അതും ഒരു രസകരമായിട്ടുള്ള സംവാദമായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. ഇപ്പോൾ ഒന്ന് നോക്കാവുന്നതേ ഉള്ളൂ, അത് വേണമെങ്കിൽ. എന്നാലും പ്രേക്ഷകരതൊന്ന് കമൻറ്റിൽ സൂചിപ്പിക്കുക. കാരണം ഒരു കാബയുടെ ആകൃതിയിൽ തന്നെ, ആ ഒരു ക്യൂബിൻ്റെ ആകൃതിയിൽ തന്നെ ഒരു നൈറ്റ് ക്ലബ്ബ് എന്നല്ല അതിന് പറയേണ്ട, നൈറ്റ് ക്ലബ്ബുകളുണ്ട്. എല്ലാത്തിൻ്റെയും കൂടി ഒരു സങ്കലനം, വിനോദോപാധികളുടെ ഒരു സംയുക്ത സങ്കലനമായിട്ടുള്ളൊരു സ്ട്രക്ചറായിട്ട് അദ്ദേഹം ഒരു കെട്ടിടം പണിയുന്നുണ്ട്. കെട്ടിടമല്ല, അതിനൊരു കെട്ടിടമെന്ന് പറയുന്ന അതൊരു ചെറിയ നഗരം തന്നെയായിട്ടാണ് പണിയുന്നത്. നഗരത്തിനുള്ളിൽ മറ്റൊരു നഗരം, കെട്ടിടത്തിനുള്ളിലെ ഒരു നഗരം. അതിൻ്റെ വിസ്താരമെന്നൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ ചിന്തകൾക്ക് അപ്പുറമാണ്. അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് MBS. അത്തരത്തിലുള്ളൊരു വ്യക്തി സൗദിയുടെ ആത്യന്തികമായ പ്രയോജനം മാത്രം മുന്നിൽ കണ്ടേ പ്രവർത്തിക്കൂ. അതും പ്രയോജനമെന്ന് പറയുന്ന മതപരമായിട്ടുള്ള പ്രയോജനമല്ല. മതപരമായിട്ടുള്ള പ്രയോജനം അദ്ദേഹത്തിന് വേണ്ട എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സൗദിയിൽ ഈ മത പോലീസുകാരുണ്ടായിരുന്നു. അതായത് ഈ മത നിയമങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാനായി ഒരു SUVകളിൽ ചൂരലുമൊക്കെയായി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്ന കുറേ മുല്ലമാർ. അവരുടെ എല്ലാം അധികാരങ്ങൾ ഏതാണ്ട് ഇല്ലാതാക്കി മൂലയ്ക്കൊതുക്കിയ ആളാണ് MBS. സൗദിയിൽ ആദ്യമായിട്ടാണ് ഒരു ഭരണാധികാരി അത്തരത്തിലൊരു നടപടി എടുക്കുന്നത്. അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിന് അറിയില്ലെങ്കിലും അദ്ദേഹത്തിന് വ്യക്തമായിട്ടൊരു കാര്യം അറിയാം. ഈ മതനിയമങ്ങൾ എന്ന് പറയുന്നത് ആത്യന്തികമായി തനിക്ക് തന്നെ ഒരു പ്രതിബന്ധമായി മുന്നിൽ വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു അഭിമുഖമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, മുഹമ്മദിൻ്റെ കാലത്തുള്ള നിയമങ്ങൾ പോലും ആധുനിക കാലത്ത് മാറ്റേണ്ടി വന്നാൽ മാറ്റണം, അതിന് യാതൊരു ആശങ്കയും വിചാരിക്കേണ്ട കാര്യമില്ല എന്ന് വളരെ സൗമ്യമായി അദ്ദേഹം പറയുന്നൊരു അഭിമുഖം. അറബിയിലാണ്, അതിൻ്റെ ട്രാൻസ്ലേഷൻ ലഭ്യമാണ്. അഭിമുഖം നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കും, അതൊന്ന് കണ്ടു നോക്കുക. അതിൽ നിന്ന് വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ മനോഭാവം, അദ്ദേഹത്തിൻ്റെ സൗദിയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്നുള്ളത്. അതുകൊണ്ട് സമാധാനപ്രിയർ സന്തോഷിക്കേണ്ട. നാളെ മുസ്താഫ ഖമേനിയും MBSും കെട്ടിപ്പിടിച്ച് നിന്ന് ഡെത്ത് ടു ഇസ്രായേൽ വിളിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ട്രംപിനുള്ള പണി MBS വേറെ കൊടുത്തോളും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രംപിൻ്റെ കുടുംബത്തിൻ്റെ ഒരുപാട് നിക്ഷേപങ്ങൾ സൗദിയിലുണ്ട്. ട്രംപ് എന്നൊരു അമേരിക്കൻ രാഷ്ട്രപതിയുടെ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുന്നു. കാരണം മൂന്നാമൊരു തവണ കൂടി രാഷ്ട്രപതിയാകുവാൻ അദ്ദേഹത്തിന് പ്രായവുമില്ല, ഭരണഘടനയെ അതിന് അനുവദിക്കുന്നതുമില്ല. അതുകൊണ്ട് തന്നെ ട്രംപ് എന്ന് ആ രാഷ്ട്രപതി ഭവനിൽ നിന്ന്, അവിടുത്തെ വൈറ്റ് ഹൗസിൽ നിന്ന് പടിയിറങ്ങുന്നു, അന്ന് കൊടുത്തോളും MBS അതിനുള്ള പണി. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരാശങ്കയും വേണ്ട. നാളെ എന്തായാലും മുസ്താഫ ഖമേനിയുടെ കോമായിൽ കിടക്കുന്ന മുസ്താഫ ഖമേനിയുടെ കിടക്കത്തലക്കിലിരുന്ന് MBS ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക വിളിക്കാൻ പോകുന്നില്ല. ആ ഒരു പ്രതീക്ഷയേ വേണ്ട. ഇതൊന്ന് പറയുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും നേരം നിങ്ങളുമായി ചിലവഴിച്ചത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ MBSനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൊന്ന് രേഖപ്പെടുത്തുക. സംവാദം തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.